നമസ്കാരം. രാജ്യത്തെ ഏറ്റവും വലിയ ആയുധ കരാറിൽ ഒപ്പുവയ്ക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു. 3.25 ലക്ഷം കോടി രൂപയുടെ കരാറിനാണ് ആഭ്യന്തര മന്ത്രാലയം ഒപ്പുവയ്ക്കാൻ ഒരുങ്ങുന്നത്. ഇതോടെ 114 ഫ്രഞ്ച് നിർമ്മിത റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിൻ്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് കരാർ അന്തിമമാക്കുന്നത്. ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സൈനിക സഹകരണം നൽകുന്ന ഭീഷണിയെ നേരിടാൻ ഈ അത്യാധുനിക വിമാനങ്ങൾ ഇന്ത്യയെ സഹായിക്കും. ഇന്ത്യയിൽ ഏകദേശം 100 യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള വ്യവസ്ഥയും കരാറിൽ ഉൾപ്പെടുത്തുന്നു. കരാർ അന്തിമമായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായി റാഫേൽ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. നിലവിൽ ഇന്ത്യക്ക് 36 റാഫേൽ യുദ്ധവിമാനങ്ങളുണ്ട്. ഈ കരാറിലൂടെ ലഭിക്കുന്ന പുതിയ പതിപ്പ് സാങ്കേതികമായി ഏറെ മുന്നിലാണ് എന്നതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത. ആശയവിനിമയ ലിങ്കുകൾ, പരിഷ്കരിച്ച മിഷൻ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ അധിഷ്ഠിത റേഡിയോകൾ എന്നിവ വഴി മറ്റ് വിമാനങ്ങളുമായും കമാൻഡ് നെറ്റ്വർക്കുകളുമായും തത്സമയം വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഇത് സഹായിക്കും. ഒരേ സമയം വ്യോമാക്രമണം, പ്രതിരോധം, നിരീക്ഷണം, ആണവ വിന്യാസം തുടങ്ങി ഒന്നിലധികം ദൗത്യങ്ങൾ നിർവഹിക്കാൻ ഈ വിമാനത്തിന് സാധിക്കും. കഴിഞ്ഞ വർഷം ജൂണിൽ ഫ്രാൻസിൻ്റെ ഏവിയേഷനും ഇന്ത്യയുടെ ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡും 4 പ്രധാന ഉത്പാദന കൈമാറ്റ കരാറുകൾ പ്രഖ്യാപിച്ചു. റാഫേലിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ നിർമ്മിക്കുന്നതിനായി ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ഹൈദരാബാദിൽ അത്യാധുനിക ഫാക്ടറി സ്ഥാപിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. അവസാന അസംബ്ലി ഇന്ത്യയിലായിരിക്കും. ഉയർന്ന പ്രദേശങ്ങളിലെ കഠിനമായ തണുപ്പിലും കുറഞ്ഞ വായു സമ്മർദ്ദത്തിലും പ്രവർത്തിക്കാൻ സഹായിക്കുന്ന എൻജിൻ സംവിധാനങ്ങൾ, അത്യാധുനിക ഇലക്ട്രോൺ വാർഫെയർ ഉപകരണങ്ങൾ, പൈലറ്റുമാരുടെ സുരക്ഷയ്ക്കായുള്ള റോഡ്സ് എന്നിങ്ങനെ ഇന്ത്യയുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പുതിയ സംവിധാനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 114 വിമാനങ്ങളിൽ ആദ്യത്തെ 18 എണ്ണം ഫ്രാൻസിൽ നിന്ന് നേരിട്ടും ബാക്കി 96 എണ്ണം ഇന്ത്യയിൽ ലൈസൻസിങ്ങിലൂടെയാണ് നിർമ്മിക്കപ്പെടുക. റാഫേൽ യുദ്ധവിമാനങ്ങളുടെ ആഗോള ഉത്പാദന അറ്റകുറ്റപ്പണി കേന്ദ്രമായി ഇന്ത്യയെ ഇത് മാറ്റും. വിമാന നിർമ്മാണത്തിൻ്റെ 30% മുതൽ 60% വരെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. ടാറ്റ, മഹീന്ദ്ര തുടങ്ങിയ ഇന്ത്യൻ കമ്പനികൾ ഈ വിതരണ ശൃംഖലയുടെ ഭാഗമാകും. നാഗ്പൂരിൽ ദസോൾട്ട് റിലയൻസ് എയ്റോസ്പേസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലാണ് 96 റാഫേൽ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫൈനൽ അസംബ്ലി സജ്ജീകരിച്ചിരിക്കുന്നത്. നാഗ്പൂരിലെ ഈ പുതിയ നിർമ്മാണ കേന്ദ്രത്തിൽ ഏകദേശം 24 വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി ഉണ്ടാകുമെന്നാണ് കണക്കുകൾ പറയുന്നത്. എന്തായാലും ഇന്ത്യ റാഫേൽ യുദ്ധവിമാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറുകയാണ്. മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യവും തന്നെയായിരിക്കും റാഫേൽ യുദ്ധവിമാനങ്ങളുടെ ഇനി മുന്നോട്ടുള്ള നിർമ്മാണവും അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണവും അതോടൊപ്പം തന്നെ അസംബ്ലി സെൻറ്ററും. എന്തായാലും വരും കാല ഇന്ത്യ എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണി തന്നെയായിരിക്കും. അവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളോ നടന്നാൽ തീർച്ചയായിട്ടും അത് പാകിസ്ഥാൻ്റെ അന്ത്യം തന്നെ ആയിരിക്കും എന്ന ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.